ഞാൻ അനൂരഞ്ജിത്ത് സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക ആരോഗ്യ വൈകല്യമാണ്. ഇത് ശരിക്കും ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ന് പോലും ചിന്തിക്കാനോ ഒരു കഴിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന നമ്മളല്ലേ ആശ്രയിത്വ വൈകല്യം എന്ന് പറയും. അപ്പോൾ ഇത് പറയുന്ന പോലെ തന്നെയല്ല, എപ്പോഴും സ്വയമായിട്ട് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും അവർക്ക് കഴിവുണ്ടാകില്ല. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ന് പോലും ദൈനംദിനമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പോലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് വളരെയേറെ ബുദ്ധിമുട്ട് അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനുള്ള ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും എന്ത് കാര്യം തീരുമാനിക്കാനും മറ്റുള്ളവരെ ആശ്രയിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്ത് ധരിക്കണം, അമ്മ പറഞ്ഞാലേ ഉള്ളൂ ഞാനത് കഴിക്കുള്ളൂ, അമ്മ പറയുന്നേ കഴിക്കുള്ളൂ, അമ്മ പറയുന്നേ ധരിക്കുള്ളൂ. അമ്മ തന്നെയല്ല ആരും, ഇപ്പോൾ ചേച്ചിയാണെങ്കിലോ ചേട്ടനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിലോ ആര് തന്നെയായാലും മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈകല്യമാണ്. പിന്നെ ഈ കൂട്ടർക്ക് ഒരു ടാസ്കോ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഫസ്റ്റ് തുടങ്ങാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് സ്വയമേ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം വളരെ കുറവായിരിക്കും. പിന്നെ എന്ത് കാര്യം അവനവനെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എപ്പോഴും പേടിയും, അവർ പറയട്ടെ അത് പറഞ്ഞിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയായിരിക്കും. പിന്നെ വോളണ്ടിയർ ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടാസ്കുകൾക്ക് നേരിടാനോ ഒക്കെ അവർക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടും മറ്റുള്ളവരുടെ സമ്മതവും ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫിലെ തന്നെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്യുന്നെങ്കിൽ തന്നെയാണെങ്കിലും ആരെങ്കിലും സഹായിക്കാതെ തനിയെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രശ്നം എപ്പോഴും അവർക്കുണ്ടാവും. അപ്പോൾ ഇത് തന്നെ നമ്മൾക്കറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ കൂട്ടുകളും പുതിയ പുതിയ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തെ നേരിടാനായിട്ട് വളരെ പേടിയായിരിക്കും. എപ്പോഴും പേടിയും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും എപ്പോഴും അവർ കടന്നു പോകുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ മറ്റുള്ളവർ കൂടുതൽ ഇപ്പോൾ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ നല്ലതല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അവരെ അബ്യൂസ് ചെയ്യാനുള്ള സെക്ഷലി ഫിസിക്കലി ഒക്കെ അബ്യൂസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ് പ്രധാനമായിട്ടും ഇതൊക്കെയാണ്. മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ സ്വയമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല എന്ന് വേണം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ആരെങ്കിലും ആശ്രയിച്ച് താങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമായ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളത്. അപ്പോൾ ഇത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം തന്നെ നമുക്കറിയാം ചൈൽഡ്ഹുഡിൽ ആരംഭിക്കുന്നതാണ്. ഒരു മെൻ്റൽ കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നതിന് പല പല ഘടകങ്ങളുണ്ടാകും. ഒന്നാമത്തെ ഞാൻ മുമ്പേ പറഞ്ഞാൽ എക്സ്പീരിയൻസ് അബ്യൂസ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് റിലേഷൻഷിപ്പിലാണേലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊക്കെ ആണെങ്കിലും മറ്റുള്ളവർ ഇടയ്ക്കുന്നൊരു അങ്ങനെ ഒരു രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹർട്ടോ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ വെർബലി ആണെങ്കിൽ പോലും ഒരു അബ്യൂസോ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പല കാര്യങ്ങളിലും ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ ഒരു കൂട്ടുകാരൻ എപ്പോഴും ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവന് ചോദിച്ചാൽ മനസ്സിലാവും ചെറുപ്പത്തിലെ ആ കുട്ടി വളരെയേറെ എന്തെങ്കിലും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ ഇവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അബ്യൂസിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ, ഏതെങ്കിലും തരത്തിലുള്ള ഈ എക്സ്പീരിയൻസ് ഞാൻ മുമ്പ് പറഞ്ഞാൽ അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം ഇൻക്ലൂഡിങ് വെർബൽ അബ്യൂസ് പോലും
DPD ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെ DPD ഉണ്ട് എങ്കിൽ, ഞാൻ അങ്ങനെയാണ് വളർന്നത്, അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ആയിരിക്കണം, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കണം, അവിടെ പോകരുത്, തന്നെ ഒന്നും ചെയ്യരുത്, തന്നെ കയറി വരരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലെവലിലേക്കാണ് വളർത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ഒക്കെ DPD ഉണ്ടാകാനുള്ള, ശരിക്കും DPD എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ശരിക്കും DPDയിലൂടെ. അപ്പം പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ എങ്ങനെ നമ്മൾ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ കുട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറലായിട്ടും റിലീജിയസായിട്ടും ഫാമിലി എല്ലാം അങ്ങനെയാണ് എങ്കിലും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും ഭയങ്കര ഡിപ്പെൻഡഡ് ആക്കിയിട്ടാണ് കുട്ടിയെ വളർത്തുന്നത്. എല്ലാം എടുത്തു കൊടുക്കും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബ്രഷ് എടുത്ത് മുമ്പിൽ കൊണ്ട് കൊടുക്കും, പേസ്റ്റ് എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു കാര്യം സ്വന്തമായിട്ട് ചിന്തിക്കാൻ ഞങ്ങളോട് ചോദിക്കാതെ ചെയ്യരുത് കേട്ടോ ഒരു കാര്യം, അങ്ങനെ കുട്ടികളെ പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും അഡോളസെൻ്റ് ഒക്കെ ഏജ് ആകുമ്പോഴത്തേക്ക് കുട്ടികൾ അത് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വളർന്നിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകാനുള്ള DPD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡിൻ്റെ അവസാനം അഡോളസെൻ്റ് ഏജ് ആകുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്യും. പ്രത്യേകിച്ചും അവരുടെ ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ നോക്കിയിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്, അത് മാറുന്നില്ല. പിന്നെ സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടും ഒന്നും അവൻ്റെ സ്വഭാവം മാറുന്നില്ല, അല്ലെ അവൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അത് ഫാമിലി ഇഷ്യൂസിന് കാരണമാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അതിനെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും ഒക്കെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയും റിലേഷൻഷിപ്സ് എങ്ങനെയായിരുന്നു, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അബ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ വളർന്ന നേച്ചർ അങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. എന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും. അപ്പോൾ അതുമല്ല ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ ഏത് സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസി വരുന്നത്, അങ്ങനെ ഡിപ്പെൻഡഡ് ആകാതെ നിൽക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഫിയർ എത്രയുണ്ട്, ആങ്സൈറ്റി കൂടുന്നുണ്ടോ, ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നുണ്ടോ തനിയെ നിൽക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ശരിക്കും മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ, വലിയ മെൻ്റൽ ഇഷ്യൂസിലേക്ക് പോകാതെ നമുക്ക് നേരത്തെ തന്നെ അറിയുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പം DPD ഒക്കെ ആണെങ്കിലും അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തി എത്രത്തോളം ആൻസൈറ്റി എത്രമാത്രം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിയർ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് സൈക്കോതെറാപ്പി വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ DPDക്ക്, പ്രത്യേകിച്ചും ടോക്കിംഗ് തെറാപ്പി. അപ്പോൾ അവരുടെ ചോയ്സ് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എത്രമാത്രം പേഴ്സണാലിറ്റിയിൽ അത് ബാധിച്ചിട്ടുണ്ട്, അവരുടെ ബിഹേവിയറും തോട്ട്സും ഒക്കെ ഏത് രീതിയിലാണ്, എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനോ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഏത് ഏരിയ ആണെന്ന് നോക്കിയിട്ട് സൈക്കോതെറാപ്പി വളരെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അവർക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ തോട്ട്സും ഇമോഷൻസും കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നതിന്. അപ്പം പറയാം, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലെ ഏറ്റവും പ്രശ്നം വരുന്നത് ഇമോഷൻസിനാണ് അല്ലേ. നമ്മളുടെ അവനവൻ്റെ ഇമോഷൻസിലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരിക, അത് ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സാഹചര്യം ഉണ്ടായി വരുന്നു. അപ്പോൾ അത് മാറ്റിയെടുക്കുക. അപ്പോൾ അവരുടെ തോട്ട്സ് പ്രോസസ്സ് മാറ്റണം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഹേവിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ ഈ തെറാപ്പി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവനവൻ്റെ സെൽഫ് കെയർ ചെയ്യാനും അവനവൻ തന്നെ ചിന്തിക്കാനും
ചിന്തിക്കാൻ മാത്രമല്ല അതുവഴി പ്രവർത്തിക്കാനുമുള്ള ഒരു സാഹചര്യം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. മെഡിറ്റേഷനിലൂടെ നെഗറ്റീവ് തോട്ട്സ് മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമുക്ക് ഒരു സ്ട്രെസ്ലെസ് സിറ്റുവേഷൻ ആണെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അവന് തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ഈ ഇഷ്യൂസിനെ വളരെ മാനേജ് ചെയ്ത് പോകാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പിയും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതുപോലെ തന്നെ കുറച്ച് നാൾ കണ്ടിന്യൂസ് കൗൺസിലിങ്ങിലൂടെയൊക്കെ ഇത് നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും, വലിയ പ്രശ്നങ്ങളില്ലാതെ. ഇല്ലെങ്കിൽ ലൈഫിൽ വളരെയേറെ ഇപ്പം റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ തന്നെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് വളരെ ബുദ്ധിമുട്ടാവും. എപ്പോഴും ഒരാൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സെൽഫായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നാൽ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ അത് കൂടിപ്പോയാൽ, ഏത് കാര്യങ്ങളും കൂടിപ്പോയാൽ അത് പ്രശ്നമാണ്, അല്ലേ? അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതിനോടൊപ്പം നമ്പർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.